കഴിഞ്ഞ 5 വർഷം ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതും അവർക്ക് ബോധ്യമായിട്ടുണ്ട്. UDF എല്ലായിടത്തും തൂത്തുവാരും. അത് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞായിരുന്നു. MLA ഓഫീസ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എപ്പോഴും കയറി വരാവുന്ന ഓഫീസാണ്. ഒരാളടിപ്പിക്കൂല. ഇങ്ങനെയൊന്നുമല്ല, ഒരു നേതാവാവേണ്ട ഇങ്ങനെയൊന്നുമല്ല. ഈ മണ്ഡലത്തിൽ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. വെറുതെ ഫ്ലെക്സ് കൊണ്ടും മറ്റും 4500 കോടിയുടെ വികസനം എന്ന ഒരു നിത്യായ പ്രചരണം മാത്രമാണ് നടന്നിരുന്നത്. ഇതിനു മുമ്പ് MLA മാരും മന്ത്രിമാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ ഉണ്ടായ മണ്ഡലമാണത്. അപ്പം മന്ത്രിയൊന്നും ഒരാളും അഹങ്കരിക്കരുത്. കളമശ്ശേരിയിലെ ജനങ്ങൾ നൽകിയ പിന്തുണ അവർക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുകയാണ്. അവരോടൊപ്പം എന്നുണ്ടാവും. രാജീവിനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമായിരുന്നു അല്ല, കഴിഞ്ഞ 5 വർഷത്തെയും അതിനു മുമ്പ് 10 വർഷക്കാലത്തെയും ഉള്ള ഒരു കമ്പാരിസൺ ജനങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതിൽ നിന്ന് ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് 10 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ മികച്ചായിരുന്നു. ജനങ്ങൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതും അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുണ്ടായ ഒരു വികാരവും അതുപോലെ മൊത്തത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു വോട്ടുമാണ് ഇത്ര വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചത്. പിണറായി വിജയന്റെ ദാർഢ്യം അത് ജനങ്ങൾ അത്രത്തോളം വെറുത്തു. തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്നും ജനങ്ങളെ സേവിക്കേണ്ടവരാണ്. ജനങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചും അവരുടെ ആഗ്രഹത്തിനനുസരിച്ചും പ്രവർത്തിക്കേണ്ടതാണ് ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കും. അത് ബാലറ്റിലൂടെ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. ജനങ്ങൾ വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണല്ലോ തോന്നുന്നല്ലേ. UDF എല്ലായിടത്തും തൂത്തുവാരും. അത് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞായിരുന്നു. അതിന് സമാനമായി തന്നെ കേരളത്തിലെ കളമശ്ശേരിയിലും അത് തന്നെ സംഭവിച്ചു. ഈ രാജീവിനെ തള്ളിക്കളയാനുള്ള ഒരു കാരണം എന്താ? അത് നല്ല ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഇത്രയും ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷയിലും ഒരുപാട് അപ്പുറത്തേക്ക് ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലായി ഈ മണ്ഡലത്തിൽ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. വെറുതെ ഫ്ലെക്സ് കൊണ്ടും മറ്റും 4500 കോടിയുടെ വികസനം എന്ന ഒരു നിത്യായ പ്രചരണം മാത്രമാണ് നടന്നിരുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതിനാൽ ജനങ്ങൾ അപാലവൃദ്ധം ജനങ്ങൾ അതിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ വോട്ട് ചെയ്തിട്ടാണ് രാജീവിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വി അബ്ദുൽ ഗഫൂറിനെ വിജയിപ്പിച്ചത്. ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നല്ല ഓഫീസായിരുന്നു. MLA ഓഫീസ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എപ്പോഴും കയറി വരാവുന്ന ഓഫീസായിരുന്നു. ഒരാളടിപ്പിക്കൂല. ഇതൊക്കെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാര്യങ്ങൾക്ക്. ഇങ്ങനെയൊന്നുമല്ല, ഒരു നേതാവാവേണ്ട ഇങ്ങനെയൊന്നുമല്ല. ഇതിനു മുമ്പ് MLA മാരും മന്ത്രിമാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ ഉണ്ടായ മണ്ഡലമാണത്. അപ്പം മന്ത്രിയൊന്നും ഒരാളും അഹങ്കരിക്കരുത്. അത് വളരെയധികം എന്താ പറയുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ ഉള്ളതിൻ്റെ തെളിവാണ്. അതായത് കോൺഗ്രസ്സുകാരോ ലീഗുകാരോ മാത്രം വോട്ട് ചെയ്തിട്ട് വിജയിച്ചല്ല. ജനങ്ങൾ സ്വയം തീരുമാനിച്ച് ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേരളത്തിന് ഇനി വേണ്ട, അറബിക്കടലിൽ എറിഞ്ഞ് എന്ന് തന്നെ പറയാം. അത്രയും മാത്രം ഇത് ഈ വീഴ്ചയുടെ ആകാതെ ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളവർ. കാരണം പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ് സാറ് സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കേണ്ടാവും. അത്രയും മാത്രം ഇവർ ഈ സൈബർ വെട്ടുക്കിളികളും അങ്ങനെയുള്ള ആൾക്കാരുകളും അദ്ദേഹത്തിനെ വേട്ടയാടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വേട്ടയാടി. എന്നിട്ട് പോലും ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടന്നപ്പോൾ അവരുടെ വീട്ടുകാരെയോ അവരുടെ മക്കളെയോ ആരെയും തെറി പറയാനോ ഒന്നും പോയില്ല. സൗമ്യതയുടെ രാഷ്ട്രീയമായിരുന്നു. അത് കണ്ടുകൊണ്ട് ജനം നല്ലൊരു മറുപടി അതായത് കളമശ്ശേരി ജനത വോട്ടിലൂടെ രാജുവിന് മറുപടി കൊടുത്തു. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് കളമശ്ശേരിയിലെ UDF പ്രവർത്തകർ എല്ലാവരും തന്നെ. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മന്ത്രി P രാജീവിൻ്റെ ഓഫീസിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ പോലും കഴിയത്തില്ലായിരുന്നു. ആ രീതിയിലായിരുന്നു ജനങ്ങളോടുള്ള സമീപനമെന്നാണ് ഇപ്പോൾ ഇവിടെ കൂടിയുന്നവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഹങ്കാരത്തിനുള്ള ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഈ P രാജീവിൻ്റെ തോൽവിയെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. കളമശ്ശേരിയിൽ നിന്നും പ്രണവ് പ്രകാശിനോടൊപ്പം R പിയൂഷ്, മറുനാടൻ മലയാളി.